ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് പോകുന്ന ഒരു അടിപൊളി എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റീനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളിൽ പല ആളുകളും ഓൾറെഡി ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ല, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതുതായിട്ട് തുടങ്ങാനായിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ടെലഗ്രാമിൽ കൂടെ ഗെയിം കളിച്ച് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലം ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിപ്റ്റോ ഡെയ്ഫൈ പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഇവരുടെ പോയിന്റ് ഏണിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം കറൻ്റ്ലി ലൈവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് മാക്സിമം പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പോയിൻറ്റ്സ് ഏൺ ചെയ്യേണ്ട മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു എയർ ഡ്രോപ്പിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ഒരു പ്രൊജക്റ്റിനെ ബൈനാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പ്രൊജക്റ്റിൻ്റെ ഒക്കെ നേരത്തെ ബൈനാൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിംഗ് വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബൈനാൻസിലേക്ക് ലിസ്റ്റിംഗ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ പോയിൻറ്റ്സ് ഏൺ ചെയ്യാവുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോയിൻറ്റ്സ് ഏൺ ചെയ്യാമെന്നാണ്. അല്ലാതെ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് 100% ഫ്രീ ആയിട്ട് തന്നെ ഇതിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ബ്ലം ക്രിപ്റ്റോ എയർ ഡ്രോപ്പിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പഠിക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതൊരു ഡിഫൈ പ്രൊജക്റ്റ് ആണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. സോ അവരുടെ ഓൺ ടോക്കൺ വരുന്ന സമയത്ത് നമ്മൾ ഈ ഏൺ ചെയ്യുന്ന ബ്ലം പോയിൻറ്റ്സ് ഒക്കെ ഈ ഒരു ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ വിഡ്രോവൽ, അതിൻ്റെ കൺവേർഷൻ റേഷ്യോ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. അതുപോലെ തന്നെ ഞാൻ ബൈനാൻസ് ഇവരുടെ പ്രൊജക്റ്റിനെ കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ബൈനാൻസിൻ്റെ MVP സീസൺ 7 അവർ 700 പ്രൊജക്റ്റുകളിൽ നിന്നും വെറും 5 പ്രൊജക്റ്റുകൾ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഈ 5 പ്രൊജക്റ്റുകളിൽ ബൈനാൻസ് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഡിഫൈ പ്രൊജക്റ്റുകളിൽ രണ്ടാമത്തെ പ്രൊജക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലം ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഇവർ സെലക്ട് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ബൈനാൻസ് ബാക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു എയർ ഡ്രോപ്പിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഇനി നമുക്ക് സമയം വൈകിക്കാതെ ഈ ഒരു എയർ ഡ്രോപ്പിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് നോക്കാം. ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് 10 പേരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ഇൻവൈറ്റ് ലിങ്ക്സും കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇൻവൈറ്റ് ലിങ്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നേരെ എൻ്റെ ട്വിറ്ററിൽ പോവുക. അവിടെ ഞാൻ 2 പോസ്റ്റുകൾ ബ്ലമ്മിനെ കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ 2 പോസ്റ്റുകളുടെ അടിയിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഇഷ്ടം പോലെ ആളുകൾ കമൻ്റ് അടിച്ചിട്ടുണ്ട് അവരുടെ റെഫർ ലിങ്ക്. സോ നിങ്ങൾക്ക് ഓൾറെഡി റെഫർ ലിങ്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് മാക്സിമം കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കമൻസിലുള്ള യൂസ് ആവാത്ത ലിങ്കുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ചും കൊണ്ട് തന്നെ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇഷ്ടംപോലെ ആളുകൾ ഇതായി കാണുന്നത് പോലെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലമ്മിൻ്റെ ടെലഗ്രാം ബോട്ട് ഓപ്പണായി വരുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫ്യൂച്ചറിൽ ഇത്തരത്തിൽ എയർ ഡ്രോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ട്വിറ്ററിലും കൂടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ട്വിറ്ററിലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് വീഡിയോയ്ക്ക് നമ്മൾ 200 ലൈക്ക് ചോദിച്ചെടുത്ത് 400+ ലൈക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ട്വിറ്ററിൽ 1300 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഇനി 200 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് 1 എയർ ഡ്രോപ്പിൽ ഒരു സ്പേസ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ മാക്സിമം ഇനിയും ഫോളോ ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ ട്വിറ്ററിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ബ്ലമ്മിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എയർ ഡ്രോപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം നേരെ നമ്മുടെ ടെലഗ്രാമിലേക്ക് പോയിട്ട് ബ്ലമ്മിൻ്റെ ടെലഗ്രാം ബോട്ടായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അത് എങ്ങനെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ബ്ലമ്മിൻ്റെ
ടെലഗ്രാം ബോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ ടെലഗ്രാം യൂസർ നെയിമും കാര്യങ്ങളൊക്കെ വരും. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പം അതിനകത്ത് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ വരുന്നതായിരിക്കും. പ്ലാന്റിംഗ് പോയിൻറ്റ്സ് അങ്ങനെ 2-3-4 മെസ്സേജ് വന്നതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് അവിടെ റെഡിയായി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി ചെക്ക് ഇൻ എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. സോ ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ഡെയിലി ചെക്ക് ഇൻസിന് പോയിൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾ മറക്കാതെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ 10 പോയിൻറ്റും കിട്ടിയിട്ടുണ്ട്, 5 പ്ലേ പാസും കിട്ടിയിട്ടുണ്ട്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് കുറേയധികം ടാസ്കുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ആ ഒരു ടാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ട്വിറ്ററിൽ ഫോളോ ചെയ്യാൻ, അതുപോലെ തന്നെ ഇവരെ യൂട്യൂബ് ചാനലിൽ ടെലഗ്രാമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കുറേ ടാസ്കുകൾ കാണും. ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ബ്ലമ്മിൻ്റെ പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് ബ്ലം പോയിൻറ്റ്സ് ഏൺ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ ബ്ലം പോയിൻറ്റ്സ് വരുന്നതായിരിക്കും. സോ ഈ ബ്ലം പോയിൻറ്റ്സ് നമുക്ക് ഓരോ 8 മണിക്കൂർ കൂടുമ്പോഴും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി പ്ലേ എന്നുള്ള ബട്ടൺ ഞെക്കുക. അതിനുശേഷം ഇങ്ങനെ താഴത്തേക്ക് വരുന്നതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കിവിടെ പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നോ അതും നിങ്ങൾ മാക്സിമം ഏൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഗെയിം പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 സെക്കൻഡാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എത്രത്തോളം ടിക്കറ്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഗെയിംസ് മാത്രമേ നമുക്ക് കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഗെയിം കളിച്ചും ഇതിനകത്തുള്ള സോഷ്യൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തും അതുപോലെ തന്നെ ഡെയിലി ഓരോ 8 മണിക്കൂർ കൂടുന്തോറും ക്ലെയിം ചെയ്തും നമുക്ക് ഇതിൽ പോയിൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എത്രത്തോളം പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നോ അത്രത്തോളം കൂടുതൽ എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടുവാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഇവർ ഒരു സർട്ടൈൻ ടൈം പീരീഡ് കഴിയുമ്പം ഈ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ നിർത്തും. അപ്പം നമുക്ക് എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇവരുടെ ടോക്കണും കിട്ടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയമാണ് ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് സമയം ഉള്ളതുപോലെ തന്നെ ഇതിൽ കാര്യങ്ങളൊക്കെ ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ ബ്ലം പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം എങ്ങനെയാണ് ബ്ലം എയർ ഡ്രോപ്പ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്വിറ്ററിൻ്റെ കാര്യം നിങ്ങളാരും മറക്കാതിരിക്കുക. ട്വിറ്ററിൽ മാക്സിമം ഫോളോ, ലൈക്ക് ആൻഡ് റീട്വീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.